കൊച്ചിയിലെ വൻകിട സ്വകാര്യ ആശുപത്രികളിൽ വൻതോതിൽ അവയവ കച്ചവടം നടക്കുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. വളരെ പേടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ വായിച്ചത്. അതായത് പ്രധാനമായിട്ടും ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് ED അന്വേഷണ സംഘം സന്ദർശിക്കുകയും ഗുരുതരമായ പിഴവുകൾ, അതിക്രമങ്ങൾ, കച്ചവടം കണ്ടെത്തിയായിട്ടുള്ള നമ്മൾ വാർത്തകൾ വായിക്കുകയുണ്ടായി. ലേക്ക് ഷോർ മാത്രമല്ല, ആസ്റ്റർ മെഡിസിറ്റി, അതുപോലെ തന്നെ രാജഗിരി ആശുപത്രി, മെഡിക്കൽ ട്രസ്റ്റ് തുടങ്ങിയ ആശുപത്രികളിലും അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. ഇതിനൊരു അന്താരാഷ്ട്ര ലോബി ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം അവയവ കച്ചവടം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രോഗികൾ നേരെ എന്തെങ്കിലും അസുഖം വന്നു നേരെ വൻകിട ചികിത്സാ സൗകര്യം കിട്ടുമെന്ന് പറഞ്ഞ് വൻകിട ആശുപത്രിയിലേക്ക് പോകുന്നു, പഞ്ചനക്ഷത്ര ആശുപത്രിയിലേക്ക് പോകുന്നു. ഇതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ ആശുപത്രികൾ, നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ഇവയെല്ലാം ഇട്ട് കളഞ്ഞിട്ട് നേരെ ഓടുകയാണ്. പൈസ ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഈ പഞ്ചനക്ഷത്ര ചികിത്സ കിട്ടാൻ വേണ്ടി പോവുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് കാശില്ലാത്തവർ ചെല്ലുകയാണ് ഈ ഏറ്റവും വലിയ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ ആ കിടപ്പാടം വരെ വിറ്റ ചികിത്സിച്ച നിരവധി പേരെ എനിക്കറിയാം. അതുപോലെ തന്നെ രോഗി ചെന്ന് കഴിഞ്ഞാൽ രോഗിയുടെ വീട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകരിപ്പുകാരെ കൊണ്ട് ഒരുപാട് പേപ്പറുകൾ ഒപ്പിടിക്കുന്നു. ഇതെന്താണെന്ന് പോലും അവർ വായിച്ച് നോക്കുന്നില്ല. മാത്രമല്ല, നിയമപരമായിട്ടാണെങ്കിൽ ഏതിൽ പേപ്പറിലൊക്കെയാണോ നമ്മളെ കൊണ്ട് ഒപ്പിടിച്ചത് അതിന് കോപ്പി കൊടുക്കണം. കോപ്പി ചോദിച്ചാലും തരികയില്ല. ഇതെല്ലാം വലിയ ഭവിഷ്യത്തുണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ കേരള സർക്കാർ ഇത് സംബന്ധമായിട്ട് ED അന്വേഷണം നടത്തിയതിനെ തുടർന്ന് നല്ലൊരു SIT സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അത് എറണാകുളത്തെ റൂറൽ SP ആണ് അതിൻ്റെ തലവൻ. അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, നന്നായിട്ട് നടക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ നമ്പർ 1 ആശുപത്രികളാണ്. ഏറ്റവും നല്ല ഡോക്ടർമാരാണ് അവിടെയുള്ളത്. ഈ സ്വകാര്യ ആശുപത്രികളിലുള്ള എല്ലാ അന്വേഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ലാബുകളും ടെക്നോളജി എല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ട്, ജനറൽ ആശുപത്രികളിലുണ്ട്. എന്തിനാണ് ഇതെല്ലാം ഇട്ടറിച്ചിട്ട് കൊടുത്തത്? അപ്പോൾ അവയവ കച്ചവടം നടത്താൻ വേണ്ടി മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടക്കണം, മോണിറ്റർ ചെയ്യണം. എന്തായാലും കേരളത്തിൽ നിന്നും, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും ഈ റാക്കറ്റ് വിട്ടുപോകാനായിട്ടുള്ള